at night, yeah. Make all the demons quiet, yeah. We were built to thrive. എല്ലാവർക്കും രേച്ചൂസ് കാക്കാസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 2024 സ്വിഫ്റ്റിന്റെ ZXi പ്ലസിന്റെ ഒരു ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സ്വിഫ്റ്റ് നമുക്ക് എന്ന് വെച്ചാൽ ഒരു ഫാൻ ബേസ് ഉള്ള ഒരു വാഹനമാണെന്ന് എല്ലാവർക്കും അറിയാം. വേൾഡ് വൈഡ് മൊത്തം ഒരു 80 ലക്ഷം സ്വിഫ്റ്റുകളാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത്. അത് തന്നെ നമ്മുടെ ഇന്ത്യയിലാണ് കൂടുതൽ 30 ലക്ഷം സ്വിഫ്റ്റുകൾ വിറ്റിട്ടുള്ളതും. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ സ്വിഫ്റ്റിനെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ZXi പ്ലസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. നമുക്ക് 5 വേരിയന്റ് ആണ് വരുന്നത്. LXi, VXi ഓപ്ഷൻ, ZXi പ്ലസ് ആണ് നമുക്ക് വരുന്നത്. അതിൽ നമുക്ക് വരുന്നത് ZXi പ്ലസിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് നമ്മളിന്ന് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ZXiയിൽ മെയിനായിട്ട് എടുത്തു വരേണ്ടത് നമുക്ക് ZXiയിലും ZXi പ്ലസിലുമാണ് നമുക്ക് ഒരു ബൂമറാങ്ങിന്റെ DR ലൈറ്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പ്രൊജക്ടർ ഹെഡ് ലൈറ്റ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ZXi പ്ലസിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫോഗ് ലാമ്പ് വരും. VXiയിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ക്രോം ഫിനിഷിംഗ് ഉള്ള ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഇതിൽ കാണുന്നത്. നമുക്ക് ഈ ഹെഡ് ലാമ്പ് നമുക്കൊരു സ്മോക്കി ആയിട്ടുള്ള ഹെഡ് ലാമ്പ് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. നമുക്ക് ZXi പ്ലസിന് നമുക്കൊരു കൂടുതൽ ഒരു 80-90,000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളാണ് കൂടുതൽ കിട്ടുന്നത്. പിന്നെ ഉള്ളൊരു മാറ്റം നമുക്ക് നമ്മുടെ അലോയ് വീൽസിലാണ് ഇതിൽ വരുന്നത്. ബ്ലാക്ക് ആൻഡ് സിൽവർ അലോയ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ്സ് ആണ്. 15 ഇഞ്ചിന്റെ അലോയ്സ് ആണ് നമുക്ക് ഇത് ZXi പ്ലസിൽ വരുന്നത്. ഇതിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVയും ആണ് ഇതിൽ വരുന്നത്. നമുക്ക് ഈ സൈഡിലേക്ക് പോകുമ്പോഴും നമുക്കൊരു സ്മോക്കി ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ് നമുക്ക് ഇതിലും കാണുന്നത്. ഒരു സി ടൈപ്പിന്റെ ഒരു ഷേപ്പ് ഉള്ള ഒരു എലമെന്റ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളത് നമുക്കൊരു ഹാലജൻ ലൈറ്റുകളാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു റിവേഴ്സ് ക്യാമറ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അത് ZXiയിലാണ് ഈ വരുന്നത്. പിന്നെ ബാക്കി ബാക്കിൽ ഇവിടെ സെൻസറും കാര്യങ്ങളൊക്കെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഒരു ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്, വൈപ്പർ വരുന്നുണ്ട്, പിന്നെ സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ നോർമൽ ആന്റിന നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് 365 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. പാർസൽ ട്രെയിൻ നമുക്ക് ഇതിൽ വരുന്നുണ്ട് ZXi പ്ലസിൽ. പ്ലസ് നമുക്കിതൊരു 60-40 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ കുറച്ചും കൂടി സ്പേസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ZXi പ്ലസിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ഇന്റീരിയറിലെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ZXi പ്ലസിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് 2 ഡുവൽ ടോൺ ഉള്ളൊരു ഇന്റീരിയർ ആണ് നമുക്ക് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു പാറ്റേൺ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സിൽവർ ഒരു ഫിനിഷിംഗ് ഉള്ള ഒരു ഭാഗവും നമുക്ക് ഇതിൽ കാണാം. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസും കാര്യമുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് നമുക്ക് ഇതിലും വരുന്നത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പിന്നെ 9 ഇഞ്ചിന്റെ ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് നമുക്ക് ഇതിൽ വരുന്നത്. ZXi പ്ലസിലാണ് ഈ ഒരു ഇൻഫോടൈം സിസ്റ്റം വരുന്നത്. നമുക്കിതിൽ ഫ്യൂൽ എക്കണോമി, നമ്മുടെ റേഞ്ചും കാര്യങ്ങളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ മാരുതിയുടെ ഒരു കണക്ടിവിറ്റി നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലത്തെ എല്ലാ കണക്ടിവിറ്റീസും കാര്യങ്ങളും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു AC വെന്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇതിൽ വരുന്നത്. ഇത് നമുക്ക് ZXi പ്ലസിലാണ് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വയർലെസ് ചാർജ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് USB പോർട്ടും 2 പോർട്ടുകൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. 5 സ്പീഡ് മാനുവൽ ആണ് നമുക്ക് ഇതിൽ വരുന്നത്. Z സീരീസ് എഞ്ചിനാണ് നമുക്ക് ഈ ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീൽ വരുന്നത് 3 സ്പോക്കിന്റെ സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ലെതർ ഫിനിഷിംഗ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു ബ്ലാക്ക് പിയാനോ ഫിനിഷിംഗ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ, വോളിയം ബട്ടൺ കാര്യങ്ങളൊക്കെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. കോൾ അസിസ്റ്റന്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മീറ്റർ കൺസോളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു MID ചെറിയ സ്ക്രീനും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. നമുക്ക് ഫ്യൂൽ എക്കോണമിയും കാര്യങ്ങളും നമ്മുടെ റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡോർ ഹാൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ORVMന്റെ അഡ്ജസ്റ്റ്മെന്റും പിന്നെ പവർ വിൻഡോസിന്റെ കാര്യങ്ങളൊക്കെ സ്വിച്ചസും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുള്ളത്. സീറ്റിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഫാബ്രിക് സീറ്റാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ടോപ്പ് ആൻഡ് മോഡലാണ്. ഇത്രയും നല്ലൊരു ഭംഗിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ഗ്രിപ്പ് ഉള്ളൊരു സീറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബാക്കിലേക്ക് അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. ZXi പ്ലസിൽ വരുന്നതാണ്. നമുക്കൊരു AC വെന്റും കാര്യങ്ങളും നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ 2 ചാർജിങ് പോയിന്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 2 ഹെഡ് റെസ്റ്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പക്ഷെ 3 പേർക്ക് നല്ല സുഖകരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു ഫാമിലി കാറാണ് ശരിക്കും. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് സ്വിഫ്റ്റിന്റെ ബാക്കിലത്തെ സീറ്റിനെ പറ്റി സംസാരിക്കാനുള്ളത്. നമുക്ക് ഡോർ ഹാൻഡിലേക്ക് പോയാലും ഒരു കപ്പ് ഹോൾഡർ മാത്രമേ നമുക്ക് ഇതിൽ വെക്കാൻ സാധിക്കുള്ളൂ. You can see the riding on the pavement. Young kids, they're growing up in
night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we ZXi പ്ലസ്സിൽ വരുന്ന മാറ്റങ്ങളാണ് 9-ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റം വരും. നമുക്ക് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ AC വെന്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ബൂമറാങ് DRL ലൈറ്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാം നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് അതുപോലെ തന്നെ അതിന്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. VXi തൊട്ട് നമുക്ക് ZXi പ്ലസിന്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ZXi പ്ലസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെയാണ് അതിൽ ഓപ്ഷൻസ് കാര്യങ്ങൾ വന്നിട്ടുള്ളതെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ZXi പ്ലസ്സിൽ വരുമ്പോഴാണ് ഒരു 90,000 മുടക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഫോഗ് ലാമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫോടൈം സിസ്റ്റം കുറച്ചും കൂടി നമുക്കൊരു പിയാനോ ഫിനിഷിങ്ങിനുള്ള 9-ഇഞ്ചിൻ്റെ ഒരു ഇൻഫോടൈം സിസ്റ്റവും കാര്യങ്ങളും നമുക്കതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കുറച്ചും കൂടി ഒരു സ്പോർട്ടി ലുക്കും കാര്യങ്ങളൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും. സ്വിഫ്റ്റ് ZXi വരുന്ന ഡുവൽ ടോണും വരുന്നുണ്ട്. ഡുവൽ ടോൺ അല്ലാണ്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് AMT ഗിയർ ബോക്സും പിന്നെ മാനുവൽ ഗിയർ ബോക്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് 1.2 ലിറ്റർ മാനുവൽ 5 സ്പീഡിന്റെ ഗിയർ ബോക്സ് ആണ് ഇന്ന് കൊണ്ടുള്ളത്. മൈലേജിൻ്റെ കാര്യം മാനുവലിന് 24.8 km/ലിറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കിന് AMTക്ക് വരുന്നത് 25.75 km/ലിറ്റർ ആണ് കമ്പനി പറയുന്നത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം 6 എയർ ബാഗ്സും പിന്നെ പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, ABS, EBD, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റന്റ്, ESI തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എല്ലാ വേരിയന്റിലും കൊടുത്തിട്ടുണ്ട്. ZXi പ്ലസിന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈജോ മോട്ടോഴ്സിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുന്നതാണ്. അപ്പോൾ ഒരു പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.